ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു കേട്ടോ. ഞാനിതാ രാവിലെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. കുറേ നാളിന് ശേഷം സൂര്യഭഗവാനെ ഇത്ര തേജസ്സോടെ കാണുന്നത്. ഇന്നലെ രാത്രി തന്നെ വേണ്ട രസവും മോരുകറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ചൂടാക്കി എടുത്തു. ഇന്ന് എൻ്റെ ആദ്യക്കുട്ടി ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് സാറ്റർഡേ ആണ്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ കുറേ നാളായി എന്നോട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരണേ എന്ന് പറയണു. അപ്പോൾ ഇന്നലെ ഏതോ ഒരു കുഞ്ഞ് ബിരിയാണി കൊണ്ടുവന്നപ്പോൾ എൻ്റെ കുട്ടിക്ക് വല്ലാത്ത മോഹം ബിരിയാണിയോട്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഓക്കെ, ബിരിയാണി വേണ്ട, നമുക്ക് മക്രോണി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കൻ ഉണ്ടോ അമ്മയെന്നും ചോദിച്ചു. ചിക്കൻ ഉണ്ട്, ചിക്കൻ മക്രോണി അമ്മ ഉണ്ടാക്കി തരാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ചുമ്മാ ഇരുന്ന കൊച്ചിനെ ചിക്കൻ മക്രോണി അങ്ങോട്ട് പറഞ്ഞു കൊതിപ്പിച്ച് ഞാൻ വേറൊന്നും ആലോചിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങോട്ട് പറഞ്ഞ് കൊതിപ്പിക്കുകയത്. അങ്ങനെ രാവിലെ വന്ന് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ വളരെ കുറച്ച് വെജിറ്റബിൾസും പിന്നെ മക്രോണിയുടെ പാത്രം കാലിയായിട്ടും കണ്ടു. അപ്പോഴാണ് അമ്മളി മനസ്സിലായത്, സാധനം കയ്യിലില്ല. പിന്നൊന്നും ആലോചിച്ചില്ല, കുക്കറും പൊക്കി പിടിച്ച് ഞാൻ വന്നു കേട്ടോ. ഉള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു ബിരിയാണി അവൾ ചോദിച്ച പോലെ അവളുടെ മനസ്സ് മാറ്റാൻ ഒരു ബിരിയാണി എന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി റൈസും ബസ്മതി റൈസും ഒന്നും സ്റ്റോക്കില്ല കേട്ടോ. അപ്പോൾ പൊന്നി റൈസ് ഇച്ചിരി കയ്യിലുണ്ടായിരുന്നു. ആ പൊന്നി റൈസും വെച്ച് ഒരു പുലാവ് പോലെ അല്ലെങ്കിൽ ഒരു ഇറച്ചിച്ചോറ് പോലെയൊക്കെ വെക്കാം എന്ന് കരുതി അത് തന്നെ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഇതാ തട്ടിക്കൂട്ടി എൻ്റെ മസാലകളൊക്കെ ഞാൻ അങ്ങ് ഒപ്പിച്ചേ. സവോള ഉള്ളതും തക്കാളി ഉള്ളതും ഒക്കെ എടുത്ത് തട്ടിക്കൂട്ടി ഞാൻ എൻ്റെ മസാല ഉണ്ടാക്കി ഒരു ഇറച്ചിച്ചോറ് വയ്ക്കാൻ അങ്ങ് ഇറങ്ങി തിരിച്ചു. എന്തായാലും കൊതിപ്പിച്ചത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടാ. ഇനി രാവിലെ എണീറ്റ് വരുമ്പോഴേ അമ്മയെ സ്പെഷ്യൽ ഇല്ലേന്നും ചോദിച്ചു വരുന്ന കുട്ടീനോട്, ഇല്ല മോനെന്ന് മക്രോണി ഇല്ലായിരുന്നു, എൻ്റെ കയ്യിലത്തെ ഇവിടുത്തെ തീർന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൈ കിട്ടിയതിട്ട് തീർന്നു. സാറ്റർഡേ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. കാര്യം നമ്മൾ കുഞ്ഞിനെയൊക്കെ ആയിട്ട് നമുക്ക് സാറ്റർഡേ സൺഡേ അവധിയാണ്, എനിക്ക് ഏട്ടനും അവധിയാണ്. അപ്പോൾ അന്ന് സാറ്റർഡേയും അതുപോലെ സൺഡേയുമാണ് കുട്ടിയുടെ ഒപ്പം ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ. അപ്പോൾ ഇന്നും ക്ലാസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മയിലില്ലായിരുന്നു. അതാണ് വെജിറ്റബിൾസൊക്കെ കാലിയായി പോയത്. എന്തോ ഭാഗ്യത്തിന് ഈ ചിക്കൻ ഫ്രിഡ്ജിലിരുന്നത് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പണി കിട്ടിയേനെ എനിക്കിന്ന്. അങ്ങനെ റൈസൊക്കെ ഇട്ട് ഞാനിതാ കുക്കറിൽ ഒരുവിധം പതുക്കെയാണ് പണിയൊക്കെ ചെയ്യണേ കേട്ടോ. ഒരു പാട്ടൊക്കെ പാടി, പാട്ട് കേൾക്കുന്നുണ്ട്, കൂടെ പാടണമുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടാണ് കുക്കിംഗ് നടക്കുന്നത്. കാരണം ഇന്ന് ദോശയ്ക്കൊക്കെ ആവുമ്പോൾ എനിക്ക് എളുപ്പമാണ്, കുറച്ച് പണി എളുപ്പമാണ്. വേറെ സാമ്പാറൊന്നും വേണ്ട, ഒരു ചട്നി മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങ് ആസ്വദിച്ച് കുക്ക് ചെയ്തു കേട്ടോ ഇറച്ചിച്ചോറ്. അങ്ങനെ ഇതാ കുക്കറിലേക്ക് എല്ലാം പാകത്തിനൊഴിച്ച് വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ ഇത് കറിയാണോ ചോറാണോ എന്ന് എനിക്കെന്നെ സംശയം തോന്നി. എന്തായാലും എല്ലാം ഒരു വിശ്വാസമല്ലേ. എല്ലാ പരീക്ഷണവും എൻ്റെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പലതും വിജയിക്കും, പലതും ഫ്ലോപ്പാവും. കുക്കറോടെ എടുത്തെറിയേണ്ട അവസ്ഥ വരുത്തല്ലേ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പതുക്കെ കുക്കറും അടച്ച് ഒരു വിസിലിനു വേണ്ടി വെയിറ്റ് ചെയ്തു. അതേ ടൈമിൽ ഇനി അടുത്തത് ദോശ. അങ്ങനെ ദോശയുടെ പ്രിപ്പറേഷനിലേക്ക് ചാടി. അതേസമയം തന്നെ വലിയൊരു ദൗത്യമാണ് ആദ്യക്കുട്ടീനെ എണീപ്പിക്കുക എന്നുള്ളത്. അതും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അതും ഒരുമിച്ച് നോക്കുകയും ചെയ്യണം. അങ്ങനെ മോർണിംഗ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ടാസ്കിങ് തന്നെയാണ് കേട്ടോ. അങ്ങനെ അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ദോശകൾ ഓരോന്നോരോന്നായി ചുട്ടെടുത്തു. തട്ടിൽ കുട്ടി ദോശയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഒഴിച്ച് നീട്ടി വരുമ്പോൾ എങ്ങനെ പോയാലും എൻ്റെ ദോശ തട്ടിലോട്ട് എത്തിയതുമില്ല, എന്നാൽ നെയ് റോസ്റ്റിൻ്റെയൊക്കെ പരുവത്തുനിന്ന് വിട്ടതുമില്ല എന്ന അവസ്ഥയായി പോയി കേട്ടോ. ഓക്കെ, തട്ടിക്കൂട്ടി ഒപ്പിക്കാം. അങ്ങനെ ദോശയൊക്കെ ചുട്ട് മാറ്റിയെടുത്തു. ഇനി ചട്നിക്കുള്ള പരിപാടി നോക്കണം. തേങ്ങ പൊതിച്ച് വെച്ചതുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. അങ്ങനെ ഓടിച്ചെന്നപ്പോൾ ഒരു തേങ്ങ പൊതിച്ച് വെച്ചത് ഉണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് തേങ്ങ പൊതിക്കൽ. പണ്ടെങ്ങാനോ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസ് കണ്ട് കിടന്നുറങ്ങിയപ്പോൾ പിന്നെ ഞാൻ സ്വപ്നം കണ്ടത് തേങ്ങ പൊതിക്കുന്നതിലേക്ക് ഞാൻ വീണ് എന്നെ പൊതിച്ചെടുക്കുന്നതാണ്. അതിനുശേഷം ആ പാരക്കോല് പിന്നെ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് ആ കാര്യത്തിൽ ഉണ്ണേട്ട ഏത് നട്ടപ്പാതിരയ്ക്കും റെഡിയാണ് പൊതിച്ചേരാൻ. പക്ഷേ തേങ്ങ പൊളിക്കാൻ എനിക്ക് പേടിയില്ല കേട്ടോ. പൊളിക്കാൻ എന്തായുധം കിട്ടിയാലും ഞാൻ പൊളിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു കല്ല് കണ്ടാൽ എറിഞ്ഞു വീഴ്ത്താനും പറ്റും. അങ്ങനെ ഇതാ ചട്നിക്കുള്ള കൂട്ടും റെഡിയായി. ചട്നിയൊക്കെ അരച്ചു വന്നപ്പോഴേക്ക് ആദ്യക്കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് കഴിക്കാൻ വേണ്ടി റെഡിയായി വന്നു കേട്ടോ.
പിന്നൊന്നും നോക്കിയില്ല, ഞാനും ആദിക്കുട്ടനും കൂടെ ദോശ 2-3 എടുത്ത് നല്ലപോലെ ചട്നി ഒഴിച്ച് കുതിർത്ത് ഞങ്ങളത് കഴിക്കാനെടുത്തു. അത് കഴിഞ്ഞ് വന്നപ്പോഴേതാ എന്നെ മറന്നു എന്നും ചോദിച്ചുകൊണ്ട് കുക്കർ ഒരു വിസിലടിക്കുന്നു. പോയി തുറന്നു നോക്കിയപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടോ. പേടിച്ച പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല പോലെ തന്നെ എനിക്ക് ആ റൈസ് വെന്ത് പാകത്തിന് വെള്ളമായിരുന്നു ഞാൻ ഒഴിച്ചത്. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ. പിന്നെ ഇതാ ചൂടോടെ തന്നെ ആദിക്കുട്ടിക്ക് പാത്രത്തിലാക്കി. കഴിഞ്ഞ തവണ പുലാവ് കൊണ്ടുപോയപ്പോൾ ആദിക്കുട്ടന് കഴിക്കാൻ ഒട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തെടുത്തു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത്തവണ ഞാൻ ഫ്രണ്ട്സിനുള്ളതും അവൾക്കുള്ളതും കൂടെ തന്നെ പാക്ക് ചെയ്തു. അപ്പോൾ ആൾ പറയുന്നുണ്ടായിരുന്നു ഇത് ഫ്രണ്ട്സിന് ഇത് എനിക്ക് എന്നൊക്കെ. പിന്നെ അതാ എൻ്റെ കുഞ്ഞ് റെഡിയായി സ്കൂളിൽ പോകാൻ വേണ്ടി. പാവം തോന്നി കേട്ടോ ഈ സാറ്റർഡേയും പോകേണ്ട അവസ്ഥ. എനിവേ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വരുന്നവരെ